ഒന്നൊരു നിർദ്ദേശമാണ്. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിൽ കേരളത്തിലുള്ള ക്ഷേത്രങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ചില എക്സംഷൻ ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ അടുത്ത പൊതുയോഗത്തിൽ നിങ്ങളുടെ ക്ഷേത്രം ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഒരു കാര്യം, ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ക്ഷേത്രത്തിൽ എല്ലാ ഉത്സവങ്ങളും നടക്കുന്നു, വെടിക്കെട്ട് നടത്തുന്നു, ആനപ്പൂരം എല്ലാം നടത്തുന്നു. എന്തുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പരിധിയിലുള്ള പാവങ്ങളായ ആളുകളെ ശ്രദ്ധിക്കുന്നില്ല? ഞങ്ങളുടെ ക്ഷേത്രം കഴിഞ്ഞ 20 കൊല്ലമായി മാസം 101 ആൾക്ക് 500 രൂപ പെൻഷൻ കൊടുക്കുന്ന അമ്പല. അത്തരം രീതിയിൽ ക്ഷേത്രങ്ങൾ മാറണം. നമ്മൾ ഇതുപോലെ എല്ലാ അമ്പലങ്ങളും ഇത്തരം രീതിയിലേക്കുള്ള ഒരു സമീപനം എടുക്കണം. അത്തരം രീതിയിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ മാറണം എന്നൊരു അഭിപ്രായമുണ്ട്. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിൽ ആ കാര്യം കൂടി സ്വാമി ഇതിനെപ്പറ്റി ഒന്ന് പറയണം. സന്തോഷം. എല്ലാ ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളുടെ തട്ടകവുമായിട്ട് ബന്ധപ്പെടുകയും അവിടെയുള്ള ജനജീവിതത്തെക്കുറിച്ച് സാമാന്യമായ ഒരു സർവേ നടത്തുകയും, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ആവർത്തിച്ച് പറയുന്നതാണ്, സർവേ നടത്തുകയും അവിടെ നിത്യരോഗികളായും നിത്യമരുന്നുകൾക്ക് ആശ്രയിക്കേണ്ടവർക്കുമൊക്കെ വേണ്ടി കഴിയുന്ന സേവനങ്ങൾ ചെയ്യുകയും വേണം. പക്ഷേ നിലവിൽ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളെ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള വിഷയമല്ല. കാരണം സ്വാഭാവികമായി സമൂഹത്തിൻ്റെ പ്രതിരോധം വരും. കാരണം സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് ഒരു ജനകീയമായ രീതിയിൽ കൊണ്ടുപോയിരുന്ന സ്ഥാപനങ്ങൾ ഏതാനും പേര് കൂടി ട്രസ്റ്റാക്കി എന്ന ആക്ഷേപം നാളെ വരും. അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പുതുതായി ഉണ്ടാക്കുന്നവ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് നിങ്ങൾ ചെയ്യൂ, നല്ലതാണ്. ഓൾറെഡി സൊസൈറ്റീസ് ആയവയിൽ അത് ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് മാറ്റുമ്പോൾ അത് പ്രശ്നങ്ങളുണ്ടാവും. മാത്രമല്ല, ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തെ ട്രസ്റ്റിലേക്ക് മാറ്റാൻ നിയമം അനുവദിക്കില്ല. സമാന നിയമമുള്ള സൊസൈറ്റിയിലോ ഗവൺമെൻറ്റിലോ ലയിക്കണം എന്നാണ് ഡിസൊല്യൂഷൻ ക്ലോസ് ഉണ്ടാവുക. അതുപോലെ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചാണെങ്കിൽ സമാന നിയമാവലിയുള്ള ട്രസ്റ്റിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലോ ലയിക്കണം എന്നാണ് ഡിസൊല്യൂഷൻ ക്ലോസ് ഉണ്ടാവുക. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. അതുകൊണ്ട് അതിനെ മാറ്റിവെക്കാൻ നമുക്കിപ്പോൾ പറ്റില്ല. അപ്പം നമ്മൾ പ്രായോഗികമായി നമ്മുടെ ക്ഷേത്രവും സമാജവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ച് ആ സമാജത്തിൽ സേവാപ്രവർത്തനങ്ങൾ ചെയ്ത് ക്ഷേത്രത്തിൻ്റെയും സമാജത്തിൻ്റെയും പരസ്പര പൂരകമായ ഉന്നതി വരുത്താൻ ശ്രദ്ധിക്കുക. അതാണ് പറയാനുള്ളത്.